ഹായ്, കേന്ദ്ര സർക്കാരിന്റെ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഏതാനും കോഴ്സുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. 10ാം ക്ലാസ്സോ തതുല്യ യോഗ്യതയുള്ളവർക്കായി ഉപരിപഠനത്തിനും അതുപോലെ തന്നെ ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും വേണ്ടി ഈ കോഴ്സുകൾ ഉപകാരപ്പെടും. എന്തൊക്കെ സെക്ഷനിലാണ് ഈ കോഴ്സുകൾ ഉള്ളതെന്ന് നോക്കാം. അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, ബിസിനസ്, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി, അതുപോലെ തന്നെ യോഗ, ടീച്ചേഴ്സ് ട്രെയിനിങ്, നേച്ചറോപ്പതി, പഞ്ചകർമ്മ എന്ന സെക്ഷനിലാണ് മെയിൻ ആയിട്ട് കോഴ്സുകൾ ഉള്ളത്. ഇനി ഈ കോഴ്സുകളുടെ കാലാവധി, ഡ്യൂറേഷൻ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, മോഡ് ഓഫ് സ്റ്റഡി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. മിക്ക കോഴ്സുകളുടെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ 10ാം ക്ലാസ്സോ 12th സ്റ്റാൻഡേർഡോ ആണ്. പല കോഴ്സുകൾക്കും 12th സ്റ്റാൻഡേർഡ് ആണ് മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത്. ഇനി കോഴ്സ് ഡ്യൂറേഷൻ 3 മാസം എന്ന ചുരുങ്ങിയ കാലയളവ് തൊട്ടിട്ട് 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ വരെ അവൈലബിൾ ആണ്. ഇനി ഈ കോഴ്സിന്റെ മോഡ് ഓഫ് സ്റ്റഡി എങ്ങനെയെന്ന് നോക്കാം. പല കോഴ്സുകളും ഓഫ്ലൈൻ ഡിസ്റ്റൻസ് മോഡ് ഓഫ് സ്റ്റഡി ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ചില കോഴ്സുകൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള അവേഴ്സ്, കോണ്ടാക്ട് അവേഴ്സ് ലഭ്യമാണ്. ഇനി ഈ കോഴ്സുകളിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെയധികം സ്കോപ്പ്ഫുൾ ആയിട്ടുള്ള കോഴ്സ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആനിമൽ ഹസ്ബൻഡറിയിൽ ബീ കീപ്പിംഗ്, അതുപോലെ തന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിൽ കാർപെൻട്രി, ഇൻഫോർമേഷൻ ടെക്നോളജിയിൽ വെബ് പേജ് ഡെവലപ്മെന്റ് എന്ന കോഴ്സുകൾക്കൊക്കെ വളരെയധികം സ്കോപ്പുള്ള കോഴ്സുകളാണ്. ഇനി ഈ കോഴ്സുകളുടെ മൂല്യം നമുക്ക് നോക്കാം. പല ഫോറിൻ കൺട്രീസിനും അതുപോലെ തന്നെ നോർക്ക അറ്റസ്റ്റേഷനോട് കൂടി വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനും സാധിക്കും. സോ ഈ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയുവാൻ, അതുപോലെ തന്നെ എന്തെങ്കിലും ഈ കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട സഹായത്തിനായി ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്.